ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ അക്കൗണ്ടിങ്ങിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ചാപ്റ്റർ 3 സെക്കൻഡ് ചാപ്റ്റർ അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കാണാത്തവര് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പോയിട്ട് അത് കണ്ടതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ വിശദീകരിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് സമയം കളയുന്നില്ല. 2023 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2023 മാർച്ച്. Dash is the collection of all accounts debited or credited in journal or day book. ജേണലിൽ അല്ലെങ്കിൽ ഡേ ബുക്കിൽ ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും അക്കൗണ്ട്സുകളുടെ കളക്ഷൻ, അതായത് ജേണലില് ഒരുപാട് അക്കൗണ്ട്സുകൾ ഉണ്ടാകും, അതിൻ്റെയൊക്കെ കളക്ഷനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ലെഡ്ജർ. അപ്പൊ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ ദി അക്കൗണ്ട്സ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഇൻ എ ജേണൽ. ഓക്കെ, ലെഡ്ജർ എന്ന് പറയാം ഒരുമിച്ചല്ലേ. Then the process of entering transaction in a journal is called. ഒരു ജേണലിലെ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ജേണലൈസിങ്. ഓക്കെ, ജേണലൈസിങ്. അപ്പൊ ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എൻ്ററിങ് ട്രാൻസാക്ഷൻ ഇൻ എ ജേണൽ. Then third one, complete the journal. മുകളിൽ പറഞ്ഞൊക്കെ ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ജേണൽ കംപ്ലീറ്റ് ആക്കാം എന്ന രീതിയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്യാഷ് അക്കൗണ്ട് അപ് ടു എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ മനസ്സിലാക്കുക. ഇവിടെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് നരേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നരേഷനിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് അത് ഇവിടെ ജേണലുള്ളത്. അപ്പൊ ക്യാഷ് കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്, അതായത് ക്യാപിറ്റൽ ആണ് അല്ലെ. ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ. സോ ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ എന്നുള്ളതാണ് അവിടെ ആൻസർ വരിക. ഓക്കെ, എന്റെ ആൻസർ അങ്ങനെ വരിക. മറ്റൊരു ജേണൽ എൻട്രി ആണ്. മറ്റു ജേണൽ എൻട്രി രണ്ടും ഡെബിറ്റും തന്നിട്ടില്ല, ക്രെഡിറ്റും തന്നിട്ടില്ല. നേരെ മറിച്ച് അതിന്റെ നരേഷൻ മാത്രം തന്നിട്ടുണ്ട്. പെയ്ഡ് റെന്റ്. അപ്പൊ സിമ്പിൾ ആണ്, റെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഓക്കെ, അതിന്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഓൾറെഡി കുറച്ച് അറിയുന്നവർക്കാണ് ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാതെ നേരെ ഇത് വന്ന് കാണുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടൂല. ദെൻ മറ്റൊന്നാണ് ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും എന്നുള്ളതാണ് അല്ലെ. അതിന് നരേഷൻ എന്ത് കൊടുക്കും? ഇത് സെയിൽസ് എന്ന് മനസ്സിലാക്കല്ലേ. അപ്പൊ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ആൻസേഴ്സ് വരണം. ഓക്കെ അല്ലെ. എ ബി സി ഡിന്റെ ആൻസർ ഇവിടെ കാണാൻ പറ്റും. എ ബി സി ഡി. ഓക്കെ, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ, ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ടുണ്ടാകുന്നത് ഇതാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക കാര്യമായിട്ട്. അപ്പോ സ്റ്റാൻഡേർഡ് ബിസിനസ് വിത്ത് ക്യാഷ് 20,000, പർച്ചേസ്ഡ് ഗുഡ്സ്, ദെൻ സോൾഡ് ഗുഡ്സ് ടു ബാൻ ഓൺ ക്രെഡിറ്റ് കോസ്റ്റിംഗ് 5,000 ഫോർ റുപ്പീസ് 8,000. അങ്ങനെ അത് നമ്മളോട് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ആൻസർ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇതാണ്. അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ കൂട്ടിയാൽ എന്ത് കിട്ടണം? അസറ്റ് കിട്ടണം. അപ്പൊ ഈ രണ്ട് ഭാഗവും ഈക്വൽ ആകണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ അക്കൗണ്ട് ഇക്വേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ട്രാൻസാക്ഷൻ നമ്മൾ കൊടുക്കുന്നു. ദെൻ ഓരോ അസറ്റിനും ഓരോ ലാബിലിറ്റിക്കും ഓരോ കോളം കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ട്രാൻസാക്ഷൻ നോക്കാൻ ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 20,000. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അല്ലെ, ക്യാഷ് കൂടി ക്യാപിറ്റൽ കൂടി നമ്മൾ 20,000 കൊടുത്തു. 20,000 ന്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എഴുതി. Then next, purchased goods for cash ₹8,000. Purchase goods purchase ചെയ്തപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അതുകൊണ്ട് -8,000. സ്റ്റോക്ക് കൂടി, ഗുഡ്സ് പർച്ചേസ് ചെയ്തതാണ്, അപ്പൊ അതുകൊണ്ട് +8,000. അപ്പൊ സ്റ്റോക്ക് നമ്മൾ സ്പെഷ്യലി കോളം വരച്ചു. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ്, ദെൻ അടുത്ത അസറ്റിന് വേറെ കോളം വരച്ചു, സ്റ്റോക്ക്. എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യാം. 20,000 -8,000 12,000. ഈ 8,000 ഇങ്ങോട്ട് ഇറക്കി ചെയ്ത, ഈ 20,000 കൂടെ ഇറക്കി ചെയ്ത ബാലൻസ് ചെയ്തു. ഓക്കെ, ഇതാണ് ന്യൂ ഇക്വേഷൻ ആയിട്ട് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 + 8,000 20,000. 20,000 കാണാം ഇവിടെ ഈക്വൽ ആയി. അതാണ് അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ ലാബിലിറ്റി ഒന്നും ഇല്ല, പക്ഷെ ക്യാപിറ്റൽ ഉണ്ട് അല്ലെ.
ദെൻ മറ്റൊന്നാണ് സോൾഡ് ഗുഡ്സ് ടു ബാനു ഓൺ ക്രെഡിറ്റ് കോസ്റ്റിംഗ് ₹5,000 ഫോർ 8,000. 5,000 രൂപ വരുന്ന ചെലവ് വരുന്ന ഗുഡ്സ് വിറ്റത് 8,000-നാണ് അല്ലെ, അത് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ വില 5,000 ആണ് ഗുഡ്സിന്റെ വില, പക്ഷെ അത് വിറ്റത് 8,000-നാണ്. അപ്പൊ ഗുഡ്സ് 5,000 രൂപയുടെ വില ഗുഡ്സ് നമ്മൾ കുറച്ച് വിറ്റു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ട് നമ്മളിവിടെ മൈനസ് ചെയ്തു, -5,000. ഓക്കെ അല്ലേ? 8,000 രൂപക്കാണ് വിറ്റത്, കടത്തിനാണ് വിറ്റത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെപ്റ്റേഴ്സ് അത് കാണിക്കുന്നു 8,000 എന്ന് പറഞ്ഞിട്ട്. കാരണം ഡെപ്റ്റേഴ്സ് കൂടിയതാണ്, കാരണം ക്യാഷ് തരാനുള്ളവര് കൂടി അല്ലെ. അങ്ങനെ 5,000 രൂപയുടെ ഗുഡ്സ് 8,000 രൂപക്ക് വിറ്റപ്പോ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടി? 3,000. അത് നമ്മൾ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്തു 3,000. അപ്പൊ 20,000 3,000 23, then 8,000 ഇങ്ങോട്ട് ഇറക്കി എഴുതി. 8,000 5,000 മൈനസ് ഇത് കഴിഞ്ഞാൽ 3,000, then 12,000 ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഇവിടെ മൈനസ് ആണ്, കാരണം ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി അല്ലെ. ഇതാണ്. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇവിടെ 12,000, ഇവിടെ 3,000, 8,000, ടോട്ടൽ 23,000. മൂന്നും കൂടി കൂട്ടുമ്പോ അസറ്റെല്ലാം കൂടെ കൂട്ടുമ്പോ 23,000, ക്യാപിറ്റൽ 23,000 അവിടെ ഈക്വൽ ആയില്ലേ. 23,000 23,000 അതാണ് അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതാണ് 2023 വന്നത്. പിന്നെ 2023 ഇംപ്രൂവ്മെന്റ് എക്സാമിന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്. പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട് ഏതാണ്? ലെഡ്ജർ ആണ്. ഓക്കെ, പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് ലെഡ്ജർ ആണ്. Then which of the following is correct? ഓരോ മാർക്കുള്ള ചോദ്യങ്ങളാണ്. which of the following is correct? അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്, അതിങ്ങനെ ഡിഫറെന്റ് രീതിയിൽ തന്നതാണ് അല്ലെ. നമ്മുടെ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണ്, പക്ഷെ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കുറച്ച് അക്കൗണ്ടിങ് ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഇതില് ആൻസർ വരുന്നത് ലാബിലിറ്റി ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അസറ്റ് ഒന്ന് ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലാബിലിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയെ. ഇതുപോലെ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി മൈനസ് ക്യാപിറ്റൽ. ഇത് നമ്മുടെ ആൻസർ തെറ്റാണ് അല്ലെ. ലാബിലിറ്റി മൈനസ് ക്യാപിറ്റൽ കൊണ്ട് കാര്യമില്ല. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് ഈ അസറ്റ് കിട്ടേണ്ടത്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഈ അസറ്റ് കിട്ടാം. ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണ്. ഇവിടെ മറ്റൊന്ന് ക്യാപിറ്റലിലേക്ക് ഒരു അസറ്റ് പ്ലസ് ലാബിലിറ്റി, അതും തെറ്റാണ് അല്ലെ. അസറ്റും ലാബിലിറ്റിയും കൂട്ടുമ്പോഴല്ല, കുറക്കുമ്പോഴാണ് കിട്ടേണ്ടത് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ ആ രീതി അത് ചെക്ക് ചെയ്ത് നോക്കാം. Then pass journal entry for the following transaction. ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ്സ് ടേക്കൺ ബൈ ദി പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടി ഒരു പ്രൊപ്പറേറ്റർ, ഒരു ഓണർ ഗുഡ്സ് വിഡ്രോ ചെയ്തു. അതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇതാണ്, ഗുഡ്സ് വിഡ്രോ ചെയ്തു. സാധാരണ ക്യാഷ് ആണ് വിഡ്രോ ചെയ്തത്. ഇത് റയർ ജേണൽ എൻട്രി ആണ് ഇതിലെ. അപ്പൊ ഗുഡ്സ് വിഡ്രോ ചെയ്തു എന്നുള്ളതാണ് പ്രൊപ്പറേറ്റർ, ഓണർ തന്നെ. അപ്പൊ പ്രൊപ്പറേറ്റർ ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ പേഴ്സണൽ യൂസിനാകുമ്പോൾ അതിൽ നമുക്ക് ഡ്രോയിങ്സ് എന്ന് വിളിക്കാം. എപ്പോഴും മനസ്സിലാക്കിയാൽ പേഴ്സണൽ യൂസ് ആകുമ്പോൾ ഡ്രോയിങ്സ്. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു പർച്ചേസ്. ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നത്, വാങ്ങിയ ഗുഡ്സ് ആണ്. വാങ്ങുമ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് കൊടുത്തു. ഗുഡ്സ് വാങ്ങുമ്പോൾ ആ ഗുഡ്സ് ആണ് അദ്ദേഹം കൊണ്ടുപോയത്, ആ ഓണർ കൊണ്ടുപോയത്. സോ അതുകൊണ്ടാണ് ഇവിടെ ടു പർച്ചേസ് എന്ന് പറയുന്നത്. Then withdraw cash from bank for office use. ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് പിൻവലിച്ചു. പേഴ്സണൽ യൂസ് അല്ല, ഓഫീസ് യൂസ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പേഴ്സണൽ യൂസ് ആകുമ്പോൾ നമുക്ക് ഡ്രോയിങ്സ് ഒന്ന് കൊടുക്കാം, പക്ഷെ ഓഫീസ് യൂസ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കാം, ക്യാഷ് പിൻവലിച്ചതാണ്. അപ്പൊ ക്യാഷ് നമ്മുടെ കയ്യിലെത്തി. സോ ക്യാഷ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്ന രീതിയിൽ അതിന്റെ ആൻസേഴ്സ് കൊടുക്കാം. Then മറ്റൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിപ്പയർ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓൺ ദി ബേസ് ഓഫ് ഫോളോയിങ്. അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നതേപോലെ തന്നെ സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സോനു, സോൾഡ് ഗുഡ്സ് ടു അഫ്സൽ. 6,000 രൂപ വരെ വരുന്ന ഗുഡ്സ് 8,000 രൂപക്ക് വിറ്റു, 2,000 രൂപ ലാഭം കിട്ടി. then ഇവിടെ എക്സ്ട്രാ റെന്റ് പെയ്ഡുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ ഞാൻ പറഞ്ഞു വിശദീകരിക്കുന്നില്ല. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 20,000 ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ രണ്ട് ഭാഗത്തും കൊടുത്തു, ക്യാഷിലും കൊടുത്തു, ക്യാപിറ്റലും കൊടുത്തു. പിന്നെ ഗുഡ്സ് വാങ്ങിയത് സോനുവിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മൾ സ്റ്റോക്കിൽ നമ്മൾ ആഡ് ചെയ്തു, കാരണം സ്റ്റോക്ക് കൂടിയല്ലോ. പിന്നെ കടത്തിനാണ് വാങ്ങിയത്. സോ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലാബിലിറ്റി കൂടെ നമ്മൾ വരച്ചു. അതാണ് നമ്മൾ 10,000 ക്രെഡിറ്റേഴ്സും കൂടി. ഓക്കെ അല്ലേ.
അതേപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സോൾഡ് ഗുഡ്സ് ടു അഫ്സൽ, അഫ്സലിന് ഗുഡ്സ് വിറ്റു, 6000 രൂപയുടെ ഗുഡ്സ് ആണ് വിറ്റത്, അതുകൊണ്ടാണ് ഇവിടെ 6000 മൈനസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ 8000 രൂപക്കാണ് വിറ്റത്, അപ്പൊ നമുക്ക് 8000 രൂപ കിട്ടി. ബാക്കി വരുന്ന മീൻസ് നമുക്ക് എക്സ്ട്രാ കിട്ടിയത് 2000 രൂപയാണ്, അത് നമ്മൾ ക്യാപിറ്റലിലേക്ക് കിട്ടും, പ്രോഫിറ്റ്. ഓക്കെ, അങ്ങനെ. അതുപോലെ റെന്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് കുറഞ്ഞു, അതേപോലെ തന്നെ ക്യാപിറ്റലും കുറഞ്ഞു. അപ്പൊ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആ രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ അസറ്റും ലാബിലിറ്റിയും മാത്രമാണ് കോളം വരയ്ക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ്പെൻസിനൊന്നും കോളം വരയ്ക്കൂല. അപ്പൊ ഇതാണ് 2023 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. 2024, 2025 വരും വീഡിയോസിൽ പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.